Good morning, all. Good morning, Miss. Okay. കഴിഞ്ഞ ക്ലാസ് എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? ആരും വായിച്ചു നോക്കിയില്ല? വായിച്ചില്ല. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇനി നമ്മൾ എവിടം വരെ അടുത്ത് നിർത്തിയത്? എവിടം വരെ അടുത്ത് നിർത്തിയത്? ഓർമ്മയുണ്ടോ? ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് കവർ ചെയ്തു അല്ലേ? ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ബാക്കിയല്ലേ? ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ബാക്കിയല്ലേ ഇത്? അതെ അതെ. ഓക്കെ. അപ്പോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എവിടം വരെ എടുത്ത് നിർത്തിയത്? മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. നമുക്കിപ്പോ നെക്സ്റ്റ് ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ട ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ അല്ലെ അവരുടെ ഹ്യൂമൻ എഫേർട്ടുകളൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് ആക്കാനായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അല്ലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ അല്ലെ അവിടെ പ്രത്യേകമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത് കോർഡിനേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ലൈൻ മാനേജേഴ്സ് ഉണ്ടാവും. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവിടെയുള്ള ജീവനക്കാർ അവരുടെ അണ്ടറിലുള്ള ജീവനക്കാരെ ഏകോപിപ്പിക്കുകയും അവർക്ക് ഡ്യൂട്ടികളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുകയും മേലധികാരികൾക്ക് റെസ്പോൺസിബിൾ ആയി അവരുടെ അല്ലെ അവർ ചോദിക്കുന്നതനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ക്ലിയർ ആയിട്ട് അവർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അതായത് ഈ ഒരു HRM എന്ന ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് അല്ലെ ഒരു സംഘടന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എത്രത്തോളം പ്രകടമാക്കുന്നു അല്ലെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോ പാരഗ്രാഫ് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രാക്ടീസസ് improve employees skill and abilities so that they improve organizational performance. അതായത് അവിടെ അവിടെ എന്താണ് ഓർഗനൈസേഷന്റെ പ്രകടനം അല്ലെ അവിടെയുള്ള വർക്കേഴ്സ് നല്ല രീതിയിൽ നല്ല എന്താണ് കഴിവുറ്റ രീതിയിൽ തന്നെ അവരുടെ എബിലിറ്റീസ് ഒക്കെ അല്ലെ അവരുടെ എഫിഷ്യൻസി ഒക്കെ കൃത്യമായിട്ട് പ്രകടനമാക്കാനായിട്ട് തീർച്ചയായിട്ടും HRM എന്ന ഡിപ്പാർട്ട്മെന്റ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. Training is in management tool used to develop skills and knowledge as a method of boosting an individual's and ultimately an organization's current performance is a term of efficiency, effectiveness and productivity. Okay, നമ്മൾ കണ്ടിരുന്നു അല്ലെ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അവരുടെ പ്രകടനങ്ങൾ അവർ ചെയ്യുന്ന ജോലികൾ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ.
ഇൻ കേസ് അവരുടെ പ്രകടനത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പാക്കേജ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ. ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവരുടെ സ്വന്തമായിട്ടുള്ള കഴിവുകൾ അല്ലെ, സ്കിൽസ് ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇങ്ങനെ സാധാരണയായിട്ട് ഓരോ ട്രെയിനിങ് അവർക്ക് കിട്ടുമ്പോൾ, അവിടെയുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് ഒക്കെ അഡീഷണൽ ആയിട്ടൊക്കെ കിട്ടുമ്പോൾ എന്താ പ്രത്യേകത, അവരുടെ സ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനത്തിലും ആ ഒരു പെർഫോമൻസ് പ്രകടനമാക്കാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫലപ്രാപ്തിയോടുകൂടി അല്ലെങ്കിൽ കാര്യക്ഷമതയോടുകൂടി ഇത് അല്ലെങ്കിൽ എന്താണ് പൂർണ്ണ ഉത്പാദനക്ഷമതയുള്ള തൊഴിലാളികളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മാനേജ്മെന്റിന് അറിയാൻ സാധിക്കും. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം മാനേജ്മെന്റിനൊന്നും എല്ലാ കാര്യങ്ങളും അല്ലെ, ഏത് മേഖലയിലുള്ള തൊഴിലാളികൾക്കാണ് നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യമാകാത്തത്, എന്തുകൊണ്ടാണ് അവർക്ക് ട്രെയിനിങ്ങിന്റെ കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ് എത്താത്തത് കൊണ്ടാണോ, എന്താണെന്ന് കൃത്യമായിട്ടുള്ള അവയർനെസ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ എഫിഷ്യന്റ് ആക്കി മാറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട പങ്ക് ആരോഹിക്കുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വഹിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ്ലി ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്താന്ന് നോക്കാം. HRM പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, നമുക്കറിയാം ഒരു വേക്കൻസി അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ വേക്കൻസികൾ വരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ വേക്കൻസി നികത്താനായിട്ട് എംപ്ലോയീസിനെ കണ്ടെത്തണം. ആ എംപ്ലോയീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കഴിവിറ്റ എംപ്ലോയി ആണെങ്കിലാണ് ആ ഓർഗനൈസേഷൻ അതിന്റെ ഗുണം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. എന്താണോ ജോലി, ആ ജോലി ചെയ്യാനായിട്ട് അനുയോജ്യനായ പേഴ്സണെ കണ്ടെത്തണം അല്ലെ. വിച്ച് ഇസ് ദ വേക്കൻസി അല്ലെ, വിച്ച് വേക്കൻസി ആണ് അല്ലെ, തീർച്ചയായിട്ടും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് ഏത് വേക്കൻസി ആണോ അതിന് ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ, ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യനായ സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനാദ്യം തന്നെ എന്താണ്, റിക്രൂട്ട്മെന്റ് നടപടികൾ കണ്ടെത്തണം അല്ലെ. തീർച്ചയായിട്ടും ഈ റിക്രൂട്ട്മെന്റ് തലത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് നല്ല അപേക്ഷകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ റിക്രൂട്ട്മെന്റില് അതിൻ്റെതായിട്ടുള്ള പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്തായാലും അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള നല്ല അറേഞ്ച്മെന്റ്സ് അല്ലെ കൊടുത്താൽ മാത്രമാണ് നല്ല അപേക്ഷകൾ, അതായത് നല്ല കാൻഡിഡേറ്റ്സ് ഈ ജോലിയിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നുള്ളൂ. അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടി തുടങ്ങി നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടെത്തുന്നതാണ് നോക്കാം. The recruitment process is an essential aspect in any organization which mainly drives the output and efficiency of the organization. Okay. അതായത് നമ്മൾ ഓർഗനൈസേഷനെ കാര്യക്ഷമമാക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല റിസൾട്ട് നേടിക്കൊടുക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് അല്ലെ. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പ്രോസസ് എടുക്കുമ്പോഴാണ് നല്ല ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. The recruitment process of any organization is mainly controlled by the human management department of the organization. Okay, എല്ലാ സ്ഥാപനങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികളെല്ലാം കൈകാര്യം ചെയ്തത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അറിയാവുന്ന കാര്യമാണ്, ഹ്യൂമൻ അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതാണ് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മേജർ സ്കിൽസ് ആണ് അതിൽ പ്രധാനപ്പെട്ട സ്കിൽസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എബിലിറ്റി ടു communicate efficiently and work with the other staff members across the organization. Okay, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. എപ്പോഴും നമുക്കറിയാം എന്താണ്, കാര്യക്ഷമമായിട്ട് അവിടെയുള്ള തൊഴിലാളികളെ വർക്ക് ചെയ്യണം, ഒപ്പം തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു കുറിച്ചിന്റെ പ്രൊഡക്റ്റ് അല്ലെ ഫിനിഷ് കുറിച്ചാക്കി മാറ്റാൻ പറ്റില്ല അല്ലെ. അത് എന്താണ്, സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ അസംസ്കൃത സാധനങ്ങൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് സെമി ഫിനിഷ് കുറിച്ചാക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവിടെ ഡിസ്ട്രിബ്യൂഷൻ തലം വരെ നമുക്കറിയാം അവിടെ ഹ്യൂമൻ എഫേർട്ട് അവിടെ ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മാത്രമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഏതോരോ ഇതിനും എന്താണ് അവിടെയെങ്കിലും ഒരു ബ്രേക്ക് സംഭവിക്കാൻ പാടില്ല.
അതേമാതിരി തന്നെ നല്ല സ്പീഡിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോകേണ്ടതുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്ത് പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമാണ്. Then ability to work in a team to motivate other staff for productive outcomes. Okay. അതായത് നമുക്കറിയാം തീർച്ചയായിട്ടും എന്താണ് ഒരു സ്റ്റാഫിനെ അല്ലെ, ഇൻ കേസ് ഒരു ടീമിന് നമ്മളിപ്പോ ഓരോ വിവിധ ടീമുകളൊക്കെ ആയിട്ടായിരിക്കും ഓരോ വർക്കുകൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു ടീം നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടീം ആക്റ്റീവ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന്റെ പരിണത ഫലം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അല്ലെ. എല്ലാ ടീമുകളും ഒരേപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ നമുക്ക് ഉദ്ദേശിച്ച ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല രീതിയിൽ ഫ്ലോ ആയിട്ട് പോകണമെങ്കിലും അവിടെ മോസ്റ്റ്ലി നല്ലൊരു ഏബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഫോളോ ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സോൾവിങ് എനി ഇഷ്യൂ ഇൻ ദ ഓർഗനൈസേഷൻ. അതേമാതിരി തന്നെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാവരിലും എന്താണ് ഒരേപോലെ തന്നെ കഴിവുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ അത് ഒതുക്കി തീർക്കണം അല്ലെ. അത് ചിലപ്പോൾ വേണമെങ്കിൽ പരിഹരിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെ, റെമഡീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി അവിടെ സോൾവ് ചെയ്ത് പോകണം. അങ്ങനെ സോൾവ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുള്ള കഴിവും പ്രത്യേകമായിട്ട് വേണ്ടത് ആവശ്യമാണ്. Then ability to guide and manage staff members. ഓക്കെ, വേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകണം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം അവർക്ക് ട്രെയിനിങ് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം എന്താണ് അവർക്ക് ചിലപ്പോൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ അതിന് ഗൈഡൻസ് ആയിട്ട് ഇൻ കേസ് ചിലപ്പോൾ വേണമെങ്കിൽ പുതിയ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് എന്താണ് അതിനെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് മടി കാണിച്ചെന്ന് വരും അല്ലെ. അപ്പൊ അവരോടൊപ്പം നിന്ന് തന്നെ അതിന്റെ ആ ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ഒരു ഗൈഡായിട്ട് തന്നെ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ലീഡർഷിപ്പോട് കൂടിയിട്ട് നിന്നുകൊണ്ട് തന്നെ അവരുടെ അല്ലെ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് തന്നെ വർക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാനുള്ള മാനേജിങ് പവറും അവിടെ ഈ പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ പൊസിഷൻ മസ്റ്റ് ബി അവെയർ അബൌട്ട് ദ ടെക്നിക്കൽ തിങ് ആൻഡ് കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു മാനേജ് ദ ടെക്നിക്കൽ റിസോഴ്സ് ഇൻ ദ റെസ്റ്റോറന്റ്. അതായത് നമുക്കറിയാം എവിടെയാണെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡും കൂടിയും ഇപ്പൊ ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഈ കാലഘട്ടത്തിലാവുമ്പോൾ നമുക്കറിയാം എന്താണ് ടെക്നിക്കൽ നോളജും കൂടി മസ്റ്റ് ആയിട്ട് ആവശ്യമാണ്. എന്താണ് പ്രാക്ടിക്കലി നമ്മുടെ നോളജ് സ്കില്ലിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെക്നിക്കൽ അവയർനെസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുകളെല്ലാം തന്നെ അത് ഏൺ ചെയ്ത് വളരെ സ്പീഡിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കാനുള്ള പ്രത്യേക കപ്പാസിറ്റി കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായിട്ട് ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ഫണ്ടമെന്റൽ തിങ് ഈസ് ദ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി and the confidence to manage the crucial decision within the organization. തീർച്ചയായിട്ടും വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ അല്ലെ പല ഭാഗങ്ങളിലെ വർക്കേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യണം. എന്താണ് ചിലയിടത്തൊക്കെ നമ്മൾ എന്താണ് മസ്റ്റായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമ്പോൾ ചിലയിടത്തൊക്കെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ മൂവ് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ വളരെ ലിബറൽ ആയിട്ടുള്ള ചില ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടും വരും. കാരണം അവരെ എന്താണ് ഇച്ചിരി കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ സ്ലാങ് ആയിട്ട് അല്ലെ കേരളസ് ആയിട്ടുള്ളവർക്ക് ഒരു കൺട്രോളിങ് പവർ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തിരിക്കേണ്ടതുണ്ട് അല്ലെ. എവിടെയാണെങ്കിലും അപ്പൊ ഒരു ഉറച്ച തീരുമാനമെടുക്കാനുള്ള കേപ്പബിലിറ്റിയും അതോടൊപ്പം തന്നെ ഒരു ആത്മവിശ്വാസവും എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായിട്ട് വേണം അല്ലെ. അവർക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ നിശ്ചിത അല്ലെ നെക്സ്റ്റ് വിഭാഗക്കാർക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമൊക്കെ ഇല്ല. അവരൊക്കെയാണ് അവരെ ഒന്ന് പുഷ് ചെയ്താൽ മതി അല്ലെ. എന്തെങ്കിലും എന്റർടൈൻമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ അതിന്റെ ഒരു തീരുമാനം അല്ലെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയെടുക്കണം. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ഇവർക്ക് പ്രധാനമായിട്ട് ആവശ്യമാണ്. പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ. ഒരു ഡിസിഷൻ മേക്കിങ്ങിനോടൊപ്പം തന്നെ പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. എല്ലാവരോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. കമ്പ്യൂട്ടർ നോളജ് എന്തെങ്കിലും നേടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം.
എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് അല്ലെ ഒരു പ്രചോദിപ്പിച്ച് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവും ആർക്കുണ്ടായിരിക്കാം നമ്മുടെ HRM ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയി റിട്ടൻഷൻ ബൈ എംപ്ലോയി ഡെവലപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അതായത് ജീവനക്കാര് അല്ലെ നല്ല അവർക്ക് ചില ജോലികളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടുകൊണ്ട് വരാൻ തോന്നും. പക്ഷെ അവിടെ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒരുപക്ഷെ അവർക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നും അല്ലെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. ചില ജീവനക്കാർക്ക് ചിലപ്പോൾ നമുക്കറിയാം എന്താണ് ചെയ്യുന്ന ജോലിയിൽ പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അവരെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റീസ് അല്ലെ. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയിനെ വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അവിടെ നിന്ന് വിട്ടുപോവാതിരിക്കാനുള്ള ഒരു സാഹചര്യം ആക്കി കൊടുക്കുക എന്നുള്ളത്. മാനേജിങ് എംപ്ലോയി റിട്ടൻഷൻ ഇൻക്ലൂഡ്സ് ഡെവലപ്പിംഗ് പ്ലാൻസ് ടു sustain high employee morale and focus so they elect to remain employed and fully productive for the benefit of the organization. Okay, നമുക്കറിയാം അവിടെ അവരുടെ മനോവീര്യങ്ങളൊക്കെ വികസിപ്പിച്ചു വളർത്തിയെടുക്കാനായിട്ട് ഫോക്കസ് ചെയ്യണം അല്ലെ. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെ എന്തെങ്കിലുമൊക്കെ എല്ലാം പുതിയൊരു ജോലി ആയതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു പേടിയുണ്ട്, ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മള് ഒരുപാട് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരു ജോലിയൊക്കെ ആണെങ്കിൽ ചെയ്താൽ എന്തെങ്കിലും പാളിപ്പോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെ. ഒരു നാച്ചുറലി ഒരു റിസ്ക് എടുക്കുന്ന ഒരു ജോലിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എംപ്ലോയീസിന് ഒരു ആത്മവിശ്വാസം അല്ലെ ഒരു മനോധൈര്യമൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും HR ഡിപ്പാർട്ട്മെന്റിനാണ് സാധിക്കുന്നത് അല്ലെ. So they elect to remain employed and fully productive for the benefit of the organization. അവര് ഓക്കെ ആക്കി കൊണ്ടുവരുമ്പോൾ എന്താണ് അവര് മാക്സിമം തന്നെ അവരുടെ എഫേർട്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് തുടങ്ങും. Comprehensive employee retention program can play a vital role in both attracting and retaining key employees as well as in reducing turnover and its related costs. അതായത് നമുക്കറിയാം എന്താണ് ഒരു എംപ്ലോയി അല്ലെ ഒരു സമഗ്രമായിട്ട് എംപ്ലോയീസിന്റെ ആ ഒരു നിലനിർത്തല് ആ പ്രോഗ്രാം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ഒരു കുറച്ച് എംപ്ലോയിനെ കൊടുത്ത് അവർ വിട്ടുപോയി പിന്നെ അടുത്ത എംപ്ലോയിനെ സെലക്ട് ചെയ്യണം, പിന്നെയും അല്ലെ റിക്രൂട്ട്മെന്റ് നടപടി നടത്തണം, സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തണം, വീണ്ടും അവരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ശരിയാക്കി വരുമ്പോഴേക്കും അവർ വിട്ടുപോയി അപ്പൊ അടുത്ത എംപ്ലോയീസിനെ കണ്ടെത്തണം. അത് ശരിക്കും പറഞ്ഞ ഒരു കോസ്റ്റ്ലീമാണ്, ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ വരുന്ന ഉള്ള എംപ്ലോയീസിനെ നമ്മൾ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട വൈറ്റൽ റോള് തന്നെയാണ്. അത് പ്രധാനമായിട്ട് അല്ലെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുകയും ഉള്ളവരെ നിലനിർത്തിക്കൊണ്ട് പോവുക അല്ലെ. സസ്റ്റൈനിങ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും പറയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ റെഡ്യൂസിങ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. അതായത് അവര് മറ്റൊരു ജോലി തേടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടു എന്താണ് അവിടെ റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, സാലറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും നിലനിർത്തി പോരും. തീർച്ചയായിട്ടും സാലറി മാത്രമല്ല ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഒരു അപകടം പറ്റിയ ഡ്യൂട്ടീസ് അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ കുറവാണെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എല്ലാ ദിവസവും ചെല്ലുമ്പോഴും എന്താണ് പരാതികളും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അവർ ആ ജോലി ഇട്ടിട്ട് പോരാനായിട്ട് ശ്രമിക്കും അല്ലെ. മതിയായ സാലറി പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചെയ്തിരിക്കുന്ന ജോലിക്ക് മതിയായ സാലറി ഇല്ലെങ്കിലും അവര് ആ ജോലി ഇട്ടിട്ട് പോരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ് HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്.
അപ്പൊ എംപ്ലോയീസിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല മൂല്യക്ഷമതയുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അല്ലെ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാർത്തെടുക്കുക എന്നുള്ളത്. Flexibility in the workplace has an impact on innovation as well as the efficiency of employees. Okay, നമുക്കറിയാം ഒരു കാര്യക്ഷമമായിട്ടുള്ള എംപ്ലോയീസിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെ ഇപ്പൊ ചിലപ്പോൾ നമ്മള് നേരത്തെ കൂട്ടി പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇപ്പൊ ചെയ്തു പോകുന്നുണ്ട്. കാരണം ആ പഠിച്ച കാലഘട്ടങ്ങൾ അല്ലെ നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ് തന്നെ നമുക്കറിയാം ഇങ്ങനൊരു കാലഘട്ടം വളരെ അല്ലെ ഈ ഒരു ജീവിതത്തില് അല്ലെ ഒരു 5-8 വർഷമായിട്ട് നമുക്ക് വന്ന ഒരു കോവിഡിന് ശേഷം വന്ന ഒരു സംഭവമാണ് അല്ലെ. അതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിനെ കുറിച്ച് വളരെ റയറായിരുന്നു അല്ലെ. അപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മള് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ പുതുമയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഇൻ കേസ് നമുക്കറിയാം ടീച്ചിങ് മെത്തേഡിൽ തന്നെ വളരെ ചേഞ്ചസ് വന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ചേഞ്ചസിനെ ഉൾക്കൊള്ളാനായിട്ട് പര്യാപ്തമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എഫിഷ്യൻസി അല്ലെ കാര്യക്ഷമമായിട്ട് അവർക്ക് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഫ്ലെക്സിബിലിറ്റി ഇല്ല എങ്കിൽ നമുക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ലെസ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ആയിരിക്കും നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Flexibility has a huge impact on how a company attracts, hires and retain a top talent. കേസ് നമുക്കറിയാം പ്രധാനമായിട്ടും അല്ലെ അവിടെ ടാലന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ യോഗ്യമായ വ്യക്തികൾ അല്ലെ അവരെ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അവിടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മളിപ്പോ പുതിയ കഴിവുള്ള വ്യക്തികളെ കൊണ്ടായിരിക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ കഴിവുള്ള വ്യക്തികളെ നേടിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി തീർക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ ഹയർ പ്രൊഡക്ടിവിറ്റി നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം പുതിയ കാലഘട്ടം പുതിയത് അല്ലെ പുതുമ ഉള്ളതിന് എന്താ പ്രത്യേകത? അതെല്ലാം ഒരുപാട് സ്പീഡിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. എപ്പോഴും പുതിയ ഇന്നോവേറ്റീവ് അത് ഇനി വേണ്ട ആ പുതിയതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണ്ട എന്നുള്ളൊരു മനസ്സാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ഡെവലപ്പ് ഉണ്ടാവില്ല അല്ലെ. ഏത് ജീവിതത്തിലും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. പുതുമയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചേ പറ്റും. കാരണം ഇത് പഴയ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇൻ കേസ് കുട്ടികൾക്ക് വരെ പുതുമയോട് കൂടിയിട്ട് നമുക്ക് അവരോടൊപ്പം തന്നെ നിന്നും പോകേണ്ടത് ഫസ്റ്റ് ആണ്. ഇൻ കേസ് അല്ലെ പഴയ കാലഘട്ടത്തിന്റെ പാരമ്പര്യമോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന രീതികളൊന്നും ഇപ്പൊ അവർക്ക് പോലും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ് അല്ലെ. കുറച്ച് നല്ല ക്യാരക്ടർ നമുക്ക് അവരിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നല്ലാതെ ഈ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പുതുമ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തേ പറ്റൂ. ആസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് മോർ ഗുഡ്സ് and services are produced and economic growth. Okay, നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ച തീർച്ചയായിട്ടും അതിന്റെ മീൻ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും അതിന്റെ പ്രൊഡക്ഷനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. Then innovation and productivity growth bring vast benefits for consumers and business. നമുക്കറിയാം പുതുമ എന്ന് പറയുന്നത് നമ്മുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക അല്ലെ. അത് തീർച്ചയായിട്ടും ഉപഭോക്താക്കൾക്കും അതേപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്കെല്ലാം ഒരേപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ അവിടെ എല്ലാം തന്നെ അവരുടെ ഗ്രോത്ത് അതായത് ഇൻ കേസ് അവിടെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾക്കാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും അവിടെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് നമ്മൾ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് അതായത് ഫ്ലെക്സിബിലിറ്റി അല്ലെ ചേഞ്ചിങ് നമ്മൾ കൊടുത്തേ മതിയാവും. ചേഞ്ചിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ാണോ കണ്ടിന്യൂ ചെയ്തോട്ടെ? ാണോ കണ്ടിന്യൂ ചെയ്യാലോ? നോക്കാം എന്താണ് അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് അല്ലെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓർഗനൈസേഷൻ ഗോൾസ് ആർ ദ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് that a company's management established to outline expected outcomes and guide employees effort. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം അല്ലെ, അത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ ഔട്ട്പുട്ട്, നമ്മുടെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അല്ലെ, അത് തീർച്ചയായിട്ടും നമുക്ക് നേടിത്തരാനായിട്ട് സാധിക്കുന്നത് എംപ്ലോയിയുടെ എഫേർട്ട് കൊണ്ടാണ് അല്ലെ. നല്ല രീതിയിൽ എംപ്ലോയി വർക്ക് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഓർഗനൈസേഷന്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അതായത് തന്ത്രപരമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെന്റ് തീർച്ചയായിട്ടും എന്താണ് പ്രതീക്ഷിക്കുന്ന ഔട്ട്കംസ് എംപ്ലോയീസിനെ കൊണ്ട് അല്ലെ അവിടെ കൊണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. There are two main types of organization goals അല്ലെ. രണ്ട് തരത്തിലാണ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ഗോൾസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വേണ്ട ഒഫീഷ്യൽ ആൻഡ് സെക്കൻഡ് വേണ്ട ഓപ്പറേറ്റീവ്. Then ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് that an organization seeks to accomplish. Then second one എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് that are required to achieve desired outcomes. അതായത് പ്രവർത്തനാത്മകമായിട്ടും അതേമാതിരി തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അവരെ തീർച്ചയായിട്ടും എന്താണ് ഔദ്യോഗികമായിട്ടുള്ളതും അതേമാതിരി തന്നെ പ്രവർത്തനാത്മകവുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെ പറയുന്നത്. രണ്ട് തരത്തിലുള്ള കോഴ്സ് അല്ലെ. അതിലെ പ്രധാനമായിട്ടും ഒരു സ്ഥാപനം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെ, ഒരു സ്ഥാപനം അത് കൈവരിക്കാനായിട്ട് ഉള്ള ലക്ഷ്യങ്ങൾ. ഈ പറഞ്ഞ ആഗ്രഹം, ഈ പറഞ്ഞ സ്ഥാപനം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യം അല്ലെ, ഈ ആഗ്രഹിക്കുന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഓപ്പറേറ്റീവ്. അതായത് നമ്മള് പ്രധാനമായിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എയിം ഉണ്ട്. ദാറ്റ് ആ എയിമിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനം എന്ന ഗോൾസ് എന്ന് പറയുന്നത്. അതേസമയം ഈ പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗോൾസ് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ആ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കംസ്, അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്താണ്, എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്, അതാണ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ഗോൾസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന ലക്ഷ്യമുണ്ട്, പിന്നെ ആ പ്രധാന ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതിൻ്റെതായിട്ടുള്ള ആവശ്യകതകൾ, അതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേറ്റീവ്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയേര്, കാരണം ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ്? ഒന്ന് ഒഫീഷ്യൽ ആണെങ്കിലും മറ്റൊന്ന് ഓപ്പറേറ്റീവ് ആണ്. ദെൻ ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഔട്ട്കംസ് അല്ലെ, തീരുമാനിച്ചിരിക്കുന്ന ഔട്ട്കംസ് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആവശ്യകതകൾ എന്താണോ അത്തരത്തിലുള്ള ലക്ഷ്യം. ഓക്കെ അല്ലേ? 4 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ജസ്റ്റ് കണ്ടത്. എച്ച്ആർഎം ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള കുറെ റോൾസ് ഉണ്ട് അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ പറഞ്ഞ ജോബ് ഡിസൈൻ ആണ്. ഒരു പുതിയൊരു ജോബ് ഡിസൈൻ, അതായത് ഒരു ജോലി എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ, ഒരു ജോലി അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ഘടനയുണ്ട് അല്ലെ. പലതരത്തിലുള്ള ജോലികളുണ്ട് നമുക്കറിയാം. എന്താണ്, ഫീൽഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ, നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ വ്യത്യസ്ത ജീവനക്കാരുണ്ട്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോഴും നമുക്കറിയാം അവിടെ വ്യത്യസ്ത ജീവനക്കാരുടെ ആവശ്യകതകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. എല്ലാ വർക്കുകളും ഒരേ പേഴ്സൺ തന്നെ ആയിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്. അവരതിന് അവരവരുടേതായിട്ടുള്ള കഴിവനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും അവരവര് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ?
ആവോ? ഓക്കെ, അപ്പൊ നമുക്ക് ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് നോക്കാം. മീനിങ് ഓഫ് ജോബ് ഡിസൈൻ. Job design is the logical sequence of the process of a job analysis and involves deliberate actions to organize the task, duties and responsibility into a unit of work so as to business objectives. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരു യൂണിറ്റിൽ അല്ലെ, ഒരു യൂണിറ്റിനെ ഒരു പ്രത്യേക വിഭാഗത്തിനെ കേന്ദ്രീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഈ യൂണിറ്റിനുള്ളത്, എന്തൊക്കെ ഡ്യൂട്ടീസ് ചുമതലകളുണ്ട് അല്ലെ, എന്തൊക്കെ ടാസ്കുകളൊക്കെയാണ് അവിടെ നിർവഹിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും ടാസ്കുകളൊക്കെ ഒരു പ്രത്യേകമായ രീതിയിൽ അല്ലെ, ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായ ഒരു ഓർഡറിൽ തന്നെ. നമുക്കറിയാം, ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഒരു ജോലിയിൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആരോട് ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിലിറ്റി പേഴ്സൺ ആരാന്നുള്ളത് ഉണ്ടാവും. നമ്മൾ എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ, എത്രത്തോളം ഡ്യൂട്ടി ഇന്ന് ചെയ്യണമെന്നുണ്ടാവും അല്ലെ, ഒരു ഷെഡ്യൂൾ, ഒരു ക്രമം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ, അതാണ് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സീക്വൻസ് അല്ലെ, ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ആണ് പറയുന്നത്. ജോബ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ലോജിക്കൽ കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ജോബ് ഡിസൈൻ? ജോബ് അനലൈസ് അല്ലെ, ജോബ് എന്താണോ ജോലി, ആ ജോലിയെ വിശകലനം ചെയ്തിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അല്ലെങ്കിൽ ചുമതലകള് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് അല്ലെ, എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തുന്ന ഒരു പ്രോസസ്സ്. അതിനെ നമ്മൾ ഒരു എന്താണ് ക്രമീകരണമായിട്ടുള്ള ഒരു അല്ലെ, എന്താണ് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡറില് ഒരു ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ അതിനെ ജോബ് ഡിസൈൻ എന്ന് പറയുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് ചെന്ന് കഴിയുമ്പോ ഓക്കെ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, എന്താ ജോലി എന്ന് നമുക്കറിയാതെ, അപ്പൊ അവരും പറയാണ് ഓക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുക, അവർ ഓരോരുത്തർക്കും ഒരു പ്രത്യേക ജോലികൾ ഏതാണെന്ന് കൃത്യമായിട്ട് നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താണ് അവരെന്തൊക്കെയോ ചെയ്യും, എന്തൊക്കെയോ ചെയ്ത് ഒരു വൈകുന്നേരം ഒരു ടൈം ആകുമ്പോഴേക്കും അവരെ ആ ജോലി കഴിഞ്ഞ് പോരും. അതേസമയം ഒരു കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ട് എങ്കിൽ അവർക്ക് എന്താണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും അല്ലെ. ഞാൻ ആരോട് റെസ്പോൺസിബിൾ ആണ്, എനിക്ക് എന്താണ് ജോലി, എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് ജോലി, ആ ഡ്യൂട്ടിയിൽ ഒരു ക്രമീകരണം ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് ആ ഒരു ക്രമീകരണത്തിനെയാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണോ? Okay, the concept of a job design നമുക്ക് നോക്കാം. It is believed that efficiently structured job motivates the employees for higher level of performance. Okay, നമ്മുടെ സ്ട്രക്ചർ അതൊരു ഘടനയോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്ത് ആ ഘടന പ്രകാരം നമുക്കറിയാം മറ്റുള്ള എംപ്ലോയീസിനെ നമുക്ക് പ്രചോദിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ഇന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ നമുക്കൊരു സ്ഥാനക്കയറ്റമൊക്കെ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു അനലൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. ഓക്കെ, നമ്മളെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് നമുക്കും പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമുക്കറിയാം ഒരു ജോലിയുടെ ഡിസൈൻ ഉണ്ട്, ആ ഡ്യൂട്ടി അവരെ ഏൽപ്പിക്കുമ്പോഴാണ് അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് അല്ലെ കമ്പാരിസൺ നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ അവര് എന്താണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുകയാണ് it's a higher level of performance. ഇതെന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. Poorly designed job often result in a boredom and employee frustration, high turnover, reduced motivation, low level of productivity and increase in operation cost. അതായത് നമ്മളിപ്പോ പറയാണ്, നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയീസ് നല്ല കശപിശ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർ ഇന്ന് ചെയ്യുന്നതല്ല നാളെ ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ ഒരു കൃത്യതയില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവര് ചിലപ്പോഴെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ വിട്ടുപോകാനായിട്ട് താല്പര്യപ്പെടും. കാരണം അയ്യോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു അല്ലെ ചിട്ടയായ അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജോലിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നോ ഡ്യൂട്ടി എന്താണെന്നോ കൃത്യമായിട്ട് അറിയില്ല അല്ലെ. അപ്പൊ അവരെന്താണ് ചിലപ്പോഴെങ്കിൽ ഹയർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്, മറ്റുള്ള ജോലി ചെയ്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ റെഡ്യൂസ് മോട്ടിവേഷൻ, നമുക്കറിയാം ഒരുപാട് പ്രചോദനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ വിട്ടുപോകുന്നത് അല്ലെ.
then a low level of productivity and increase in operating cost. നമുക്കറിയാം അതേമാതിരി തന്നെ അവിടെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നതും വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്പറേഷൻ കോസ്റ്റ് വർദ്ധിക്കാനായിട്ടാണ് സാധ്യത. ഓക്കെ, അപ്പൊ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം വേണം എന്നുള്ളതാണ്. അപ്പൊ ക്രമീകരണം ഇല്ല എങ്കിൽ അതിൻ്റെതായ ദോഷഫലങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൂടിയാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയോ? ജോബ് ഡിസൈൻ, കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. ഈ ജോബ് ഡിസൈൻ ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേരട്ടോ. കാരണം നാഡാഷ് ഇസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം വന്നാൽ നിങ്ങൾ മനസ്സിലായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വർക്ക് അല്ലേ, വർക്കുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ വർക്കുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഓർഗനൈസേഷൻ ടാസ്ക് കാര്യങ്ങൾ ഡ്യൂട്ടീസ് ഒക്കെ ഉള്ളത് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് ജോബ് ഡിസൈനിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഓക്കെ, അത് തന്നെയാണ് ജോബ് ഡിസൈനിൽ, കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈനിലും എടുത്ത് പറയുന്നത്. ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വിനിയോഗിച്ച് തന്നെ അല്ലെ, ഒരു ഘടന ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഒരു ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഉണ്ട്, കൂടി എടുക്കാലോ. നോക്കാം. The job characteristics model is one of the most influential attempts to design job with the increased motivational properties Hackman and Oldham 1975. അതായത് 1975 ഹാക്മാനും ഓൾഡ്ഹാമും കൂടി വികസിപ്പിച്ചിട്ടുള്ളതാണിത്. ഇതൊക്കെ അത് ആ ഒരു ഒന്നിലെ അല്ലെ പ്രധാനമായിട്ടും പറയുന്നത് ഇൻഫ്ലുവൻസറിൽ അറ്റംപ്റ്റ്സ് ടു ഡിസൈൻ അല്ലെ. മോഡൽ പ്രധാനമായിട്ട് എന്താണ്, കുറച്ച് പ്രചോദിതമായിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്നുള്ളത്. പ്രൊപ്പോസ്ഡ് ബൈ ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം, ദ മോഡൽ ഡിസ്കസ് 5 core job dimension leading to 3 critical psychological stages resulting in the work related outcomes. അതായത് 5 ഫ്ലോർ അല്ലെ അളവുകോലുകളെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെ അല്ലെ ഉദ്ദേശിച്ചായിട്ട് എന്താണ് 3 ക്രിട്ടിക്കൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകൾ അതിന്റെ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നു. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഈ ഡൈമെൻഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. കോർ ഓഫ് എന്താണ്, കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സില് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ വെറൈറ്റി.
അതായത് ഒരു പേഴ്സണ് എന്താണ് വിവിധ കഴിവുകൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരങ്ങളുണ്ടാവണം. വിവിധ കഴിവുകളുള്ള പേഴ്സൺ ആണ്, ആ വിവിധ കഴിവുകൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും അവിടെ ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ സ്കിൽ വെറൈറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ജോലിയുടെ തിരിച്ചറിവ്, അല്ലെ, ടാസ്ക് ഐഡന്റിഫൈ. എന്ത് ജോലിയാണോ ആ സ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാനായിട്ട്, അല്ലെ, നമ്മളിപ്പോ ഒരു ഐഡിയ ഇല്ലാതെ പുസ്തകത്തിൽ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വായിച്ചിരിക്കും, അല്ലെ, എന്ത് പഠിക്കാം, എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എത്ര ഭാഗം തീർക്കണം, അതില് അല്ലെ എന്തൊക്കെ ടോപ്പിക് ആണെന്നൊക്കെ ഒരു ഐഡിയ, ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മളത് അത്രയും തീർക്കാനായിട്ടൊക്കെ ശ്രമിക്കുക, അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെ ജോലിയിലും ആണെങ്കിൽ അത് വെറൈറ്റി ഓഫ് സ്കില്ല് ആവശ്യമാണ്. ആ സ്കില്ല് ഉപയോഗിക്കാനുള്ള സാങ്കേതികതകൾ കൂടി അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടാസ്ക് ഐഡന്റിഫൈ. നമുക്ക് ഉള്ള ഒരു ജോലി എന്ന് പറയുന്നത് അത് എങ്ങനെ, അല്ലെ, ആ ജോലി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. ടാസ്ക് സിഗ്നിഫിക്കൻസ്, അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ജോലിയുടെ പ്രാധാന്യം, അല്ലെ, ഏത് ജോലിക്കാണ് പ്രാധാന്യം, ഒരു ജോലിയുടെ സ്വാധീനം, അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും നടത്തുന്ന മാറ്റവും എത്രത്തോളം. നമുക്കറിയാം ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ജോലികളുണ്ടെങ്കിൽ, അല്ലെ, അവരുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മറ്റു ജോലികളുണ്ടാവും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മാത്രമേ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത കൂട്ടർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ. അപ്പൊ ടാസ്കിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് നല്ല ഒരു ബോധ്യം ഉണ്ടാവും. ഓട്ടോണമി എന്ന് പറയുമ്പോൾ സ്വയം ഭരണം, അല്ലെ, ഒരു ജോലി എങ്ങനെ എപ്പോൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള ഒരു ബോധ്യം, അല്ലെ, അതും അവർക്കൊക്കെ ഓരോ വ്യത്യാസം ഉണ്ടായെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഫീഡ്ബാക്ക്, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ചെയ്യുന്ന ജോലികള് ഈ ജോലി കാര്യക്ഷമമായിട്ട് പോകണമെങ്കിൽ എന്താണ് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞു, അല്ലെ. അവിടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ് എന്തെങ്കിലും ആ ഭാഗത്തുള്ള ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ. എങ്കിൽ മാത്രമേ ചേഞ്ചസ് ഒക്കെ വരുത്തി അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആ ഒരു 4 ഡയമെൻഷന് അതിന്റെ പരിണത ഫലമായിട്ട് നമുക്കറിയാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഘടകത്തിലേക്ക് എത്തി നിൽക്കും, അല്ലെ. അതായത് തീർച്ചയായിട്ടും നമ്മളൊരു സ്കില്ല് എന്താണ്, ടാസ്ക് ഇത്രയുമുണ്ട്, അല്ലെങ്കിൽ ആ ടാസ്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ട്. ഓട്ടോണമി, അല്ലെ, തീർച്ചയായിട്ടും സ്വയം വരുന്ന ഒരു ജോലി എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്. ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പരിണത ഫലമായിട്ട് മീനിങ് ഫുൾനെസ്, അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഫലപ്രദമായ ഒരു രീതിയിൽ, അല്ലെ, ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും, അത് ആരോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യത, അല്ലെ, ഫലങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവും. നോളജ് ഓഫ് റിസൾട്ട്സ്, അതായത് നമുക്കറിയാം എന്താണ് അതിന്റെ ഫലം, അല്ലെ, ഫലങ്ങളുടെ യഥാർത്ഥ ഫലത്തെ കുറിച്ച്. നോളജ് ഓഫ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫലങ്ങൾ, അല്ലെ, നമ്മളിപ്പോ ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത കൂട്ടരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എന്താണ് ഒരു നിശ്ചിത ഫലമുണ്ട്, അല്ലെ. അപ്പൊ അതാണ് പ്രധാനമായിട്ട് ആ ഭൗതികമായിട്ടുള്ള സ്റ്റേജിലെ കാഴ്ചപ്പാടിൽ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു ടാസ്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട്. റെസ്പോൺസിബിലിറ്റി ആയോട് ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമുണ്ട്. നോളജ് ഓഫ് റിസൾട്ടിനെ കുറിച്ചിട്ടും ഒരു നല്ല അവയർനെസ് ഉണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ അവയർനെസ് ഒക്കെ അതെന്താണ് നമുക്ക് നേടിയെടുക്കുക, അല്ലെ. കൂടുതലായിട്ട് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പുഷപ്പ് വേണം, അല്ലെ, മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ മോട്ടിവേഷൻ ലഭ്യമാക്കുമ്പോൾ എന്താണ് ചിലപ്പോഴെങ്കിൽ നമുക്ക് എന്താണ് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർ ഡ്യൂട്ടിക്ക് സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ അല്ലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പരിഗണനകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന്, അല്ലെ, ജോലി ചെയ്യാനായിരിക്കും എല്ലാവരും തയ്യാറാവുക. അവിടെ നിന്ന് വിട്ടുപോകാനൊക്കെ ആയിട്ട് ആരും സാധ്യതയില്ല, അല്ലെ. അപ്പൊ നല്ല മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് സാറ്റിസ്ഫാക്ഷൻ, അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് നല്ല തൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാതെ തന്നെ ആ വ്യക്തിക്ക് ജോലി തുടരാനായിട്ട് സാധിക്കുന്നു. എന്താണ് ടേൺ ഓവർ കുറവായിരിക്കും, അല്ലെ, ആ ജോലിയിൽ നിന്ന് വിട്ടുപോയി, അല്ലെ, മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള താല്പര്യവും അവർക്ക് ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താണ് വേണ്ടത്, വ്യത്യസ്ത തരത്തിലുള്ള സ്കില്ലും ടാസ്കും, അല്ലെ, കൈകാര്യം ചെയ്യാനായിട്ടുള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള അവയർനെസ് വരുമ്പോഴാണ് നമുക്ക് എന്താണ് ആ അവയർനെസ്സിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ.
ഈ ധാരണയ്ക്ക് പിന്നില് നമുക്കറിയാം നല്ലൊരു പുഷപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയായിട്ട് മാറാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അവർ സംതൃപ്തരാകുമ്പോൾ തീർച്ചയായിട്ടും ആബ്സെന്റീസ് ഒന്നും ഇല്ലാതെ അധികം ടേൺ ഓവർ ഇല്ലാതെ എന്ന് വെച്ചാൽ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കുറയാതെ തന്നെ അവർക്ക് ജോലി തുടരാനായിട്ടും കമ്പനിയുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതില് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേരെ. അതായത് ഓഫ് ഡയമെൻഷൻസ് ഏതൊക്കെയാണുള്ളത് കാണാറുണ്ട്. സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് അല്ലെ എന്തൊക്കെയാണ്, എല്ലാ ഔട്ട്കംസ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, ജോബ് ഡിസൈനെ കുറിച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നതാണ്. ണോ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗം ഡൗട്ടായിട്ടുണ്ടോ? നമുക്ക് ജസ്റ്റ് അടുത്തൊരു ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം, സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. അപ്പൊ ഈ ജോബ് ഡിസൈനിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യത്തെ കുറിച്ച്, അപ്പൊ നമുക്കൊരു ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഘടനയുണ്ട് ഒരു ജോലിയെ കുറിച്ചിട്ട്. ആ ജോലിയെ കുറിച്ചിട്ട് ഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലിയിൽ ഏതൊക്കെ ടാസ്കുകളാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അതുമായി ബന്ധപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ. ഈസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലെ. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ട്, ഒരു സ്ട്രക്ചർ, ഒരു ഘടനയുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കൻസ് നോക്കാം. Job design is a very important because this is the process which makes sure that the job remain updated and is relevant to the employee. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ജോബ് റിമെയിൻ അപ്ഡേറ്റഡ് ആൻഡ് is relevant to the employee. എംപ്ലോയിക്ക് കിട്ടുന്ന തരത്തിൽ അല്ലെ, അവിടെയുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻ വരുത്തിയിട്ട് അല്ലെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള ബോധ്യം അവർക്കുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻ വരുത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നു. The primary objectives here is to minimize the dissatisfaction which comes while doing the job on a daily basis.
നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് പ്രധാനമായിട്ടും ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, ദ പ്രൈമറി മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് കംസ് while doing the job on daily basis. കൃത്യമായിട്ട് ഒരു ഡെയിലി അല്ലെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ചെയ്തു അല്ലെ, ഓരോ ദിവസവും എത്രത്തോളം ഡെയിലി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ, എത്രത്തോളമാണ് നമ്മൾ ചെയ്തിരുന്നത് അനുസരിച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. This dissatisfaction can lead to employees leaving the organization and causing issues for the company. In case of the dissatisfaction ആണ് കിട്ടിയിരിക്കണമെങ്കിൽ എംപ്ലോയർക്കാണെങ്കിലും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവരെ ഈ ജോലി ചെയ്യുന്നത് എന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് കോസിംഗ് ഇഷ്യൂ ഫോർ കമ്പനി അല്ലെ, തീർച്ചയായിട്ടും കമ്പനിക്ക് എന്താണ് ഇവരെ എന്താണ് ഒഴിച്ചുകൂടാനായിട്ട് പോവേണ്ടതായിട്ട് വരും. ജോബ് ഡിസൈൻ ഹാസ് എ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ഓഫ് റെഗുലർലി അപ്ഡേറ്റിംഗ് ദ ജോബ്. അതായത് നമുക്കറിയാം ഒരു ജോലിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ഇൻ കേസ് ആ ധാരണയ്ക്ക് എന്തെങ്കിലും ഭംഗം സംഭവിക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ ആരോട് റെസ്പോൺസിബിൾ ആണെന്നൊന്നും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്, അപ്പൊ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി നിർവഹിച്ചില്ല എങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ടൊക്കെ സാധിക്കും അല്ലെ. പ്രധാനമായിട്ട് അപ്പൊ ജോബ് ഡിസൈൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഇല്ല എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. നേരത്തെ കുട്ടി ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഘടന തയ്യാറാക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അപ്പൊ അവരവരുടെ ഓരോ ഡെയിലി ഡ്യൂട്ടീസ് എത്രത്തോളം വേണം എന്നുള്ളത് അപ്ഡേഷൻ ഒക്കെ നടത്തിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെയാണോ? ഇതിന്റെ പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ദിവസം എടുക്കാം. ആയാലും എല്ലാവരും കൺഫ്യൂഷൻ ആവണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ മാഡം, അത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പറഞ്ഞില്ലേ, അത് എന്തോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഇല്ല, നമുക്ക് PDF ആണോ ഉദ്ദേശിക്കുന്നത് അതോ? അല്ല, ഞങ്ങളിപ്പോ പ്രസന്റ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ കൈകളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ PDF ഉണ്ട് ഇതിന്റെ നോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത് അതോ? അത് തന്നെയായിരിക്കും. മാനേജ്മെന്റിനോട് ഒന്നുകൂടെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഇതുകൾ മാത്രമേ ഉള്ളൂ, പഠിപ്പിക്കുന്ന ഹാൻഡിലുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും മാനേജ്മെന്റിനെ കോണ്ടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളോ? ക്ലിയർ ആണോ? ക്ലാസ് ഓക്കെ ആണോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നോ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നോ? നിങ്ങൾക്ക് ആരും അറ്റൻഡ് ചെയ്തിട്ടില്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഐഡിയാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു HRM മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണെന്നുള്ളത് ചെയ്യാറ്. ഇതില് പ്രധാനമായിട്ടും ഓപ്പറേറ്റീവ് ആൻഡ് ഒഫീഷ്യൽ അത് നോട്ട് ചെയ്യുക. ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം. അതേമാതിരി തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് മോഡലില് അദ്ദേഹം അല്ലെ ആരാണ് ഈ ഒരു മോഡല് ഡെവലപ്പ് ചെയ്തത്, അത് ഏത് ഇയറിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ അതില് പ്രധാനമായിട്ടുള്ള 5 ഡയമെൻഷൻ എന്താണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ ഇന്നടുത്തേല് നിങ്ങൾ ഹെഡിങ്സുകളും ഇതേമാതിരി തന്നെ അല്ലെ
പോസിറ്റീവ്ലി നമുക്ക് സ്കിൽ അല്ലെ പ്രധാനമായിട്ട് HRM ഡിപ്പാർട്ട്മെന്റ് എന്താ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അല്ലെ പ്രധാനമായിട്ടും അവർക്ക് അതിലുള്ള എബിലിറ്റി ഉണ്ടെങ്കിലാണ് ആ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഹെഡിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു.